ഇന്ത്യ ഞങ്ങളെ രണ്ടാം ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെ 336 റൺസിന് തോൽപ്പിച്ചിരിക്കുകയാണ്. എഡ്ജ്ബാസ്റ്റണിൽ ഏഷ്യൻ ടീമിൻ്റെ ആദ്യത്തെ വിജയം. അത് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഭാഗ്യ ഗ്രൗണ്ടിലാണ് ശുഭ്മാൻ ഗില്ലും സംഘവും ചേർന്നിട്ട് അവരുടെ ആ ഒരു സ്ട്രീക്ക് അവിടെ പോയിട്ട് ഇന്ത്യൻ പതാക കുത്തി നിർത്തിയേക്കുന്നത്. ഒരു ചരിത്ര സംഭവം തന്നെയാണ്. കാരണം ഒരു പുതിയ ക്യാപ്റ്റൻ്റെ നേതൃത്വത്തിൽ സെനയിൽ പോയിട്ട് ഇത്തരത്തിലുള്ളൊരു വലിയ വിജയം, അതും ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ വിജയം തന്നെ കുറിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ടീം. ഒരു ചില്ലറ അപ്രിസിയേഷൻ ഒന്നും കിട്ടിയാൽ പോരാ ഇന്ത്യൻ ടീമിൻ്റെ ഈ പെർഫോമൻസിന്. അതും രോഹിത് ശർമ്മയില്ല, വിരാട് കോഹ്ലി ഇല്ല, പോരാത്തതിന് ടീമിൽ തന്നെ ഏറ്റവും ഒരു എക്സ്പെൻസീവ് പ്ലെയർ എന്ന് പറയാവുന്ന ബുംറ ഇല്ല. അങ്ങനെ നിരവധി പ്ലെയേഴ്സിൻ്റെ അഭാവം, ആദ്യ ടെസ്റ്റിലെ തോൽവി, ഇംഗ്ലണ്ടിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഉള്ള ഗ്രൗണ്ട്, ഇതൊക്കെ ആയിട്ട് പോലും അതാണ് പറയുന്നത്. ആ ഒരു സ്പിരിറ്റ്, ടീം ഗെയിം തന്നെയാണ് അവിടെ വർക്ക് ചെയ്തത്. ബുംറയ്ക്ക് വരാൻ ടീമിലെത്തിയ ആകാശ്ദീപ് 10 വിക്കറ്റാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ബുംറ പോലും അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇതൊരു സെനയിൽ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഒരു 10 വിക്കറ്റ് പ്രകടനം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ബോളിംഗ് പെർഫോമൻസ് ആണ് ആകാശ്ദീപ് കാഴ്ചവെച്ചത് നമുക്ക് എടുത്ത് പറയാൻ തന്നെ വേണം. അതും ബുംറയെ പോലത്തെ ഒരു പ്ലെയർക്ക് പകരം വരുമ്പോൾ എത്രത്തോളം ഒരു പ്രഷറാണ് ആ പ്ലെയറിന് മേലെ ഉണ്ടാവുക നമ്മൾ ചിന്തിച്ചാൽ മതി. ഓൾറെഡി തങ്ങളുടെ ബാറ്റിംഗ് അപ്രോച്ച് ബാസ്ബോൾ ബാറ്റിംഗ് അപ്രോച്ച് ആയതുകൊണ്ട് അത്യാവശ്യം ബാറ്റിംഗ് ഫ്രണ്ട്ലി വിക്കറ്റ്സ് തന്നെയാണ് ഇംഗ്ലണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. സ്വാഭാവികമായിട്ട് എതിർ ടീമിന് ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും എന്ന് അവർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്നത് 25കാരൻ അവിടെ കയറി ഇങ്ങനെ മേയും എന്നവർ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടാവില്ല. 2 ടെസ്റ്റിലും കൂടി, അതായത് 2 ഇന്നിങ്സിലും കൂടി 430 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്നത്. ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്യുന്ന ബാറ്റ്സ്മാൻ എന്ന റെക്കോർഡ് ഗ്രഹാം കോച്ചിന് പിന്നെ 2ാം സ്ഥാനത്ത് മാത്രം. അതായത് ഇന്ത്യക്കാരന് സുനിൽ ഗവാസ്കറിന് പിന്നെ റെക്കോർഡ് അതൊക്കെ ഓൾറെഡി പുള്ളി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു. ക്യാപ്റ്റനായിട്ടുള്ള 2ാമത്തെ ടെസ്റ്റിലാണ് ഈ ഒരു റെക്കോർഡ് സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ഈ ഒരു ടെസ്റ്റ് സീരീസ് മുഴുവൻ കഴിയുമ്പോൾ ബ്രാഡ്മാൻ്റെ പേരുള്ള 974 എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് തന്നെയായിരിക്കും ശുഭ്മാൻ ഗിൽ എയിം ചെയ്യുന്നുണ്ടാവുക. നിലവിൽ 500 റൺസിന് മുകളിൽ ഓൾറെഡി 2 ടെസ്റ്റ് എന്നായിട്ട് സ്കോർ ചെയ്ത് കഴിഞ്ഞു. ഇനി 3 ടെസ്റ്റ് ബാക്കിയുണ്ട്. അപ്പോൾ അത്രത്തോളം ബാറ്റിങ്ങിലായാലും ക്യാപ്റ്റൻസിയിലായാലും ഒരു പീക്ക് പെർഫോമൻസ് തന്നെയാണ് ശുഭ്മാൻ ഗിൽ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പ്രഷറിനും തന്നെ ഏൽക്കുന്നില്ല എന്നുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള ആ ഒരു ഇതാണ് അദ്ദേഹം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ക്യാപ്റ്റനായിട്ടുള്ള 2ാം മത്സരത്തിൽ തന്നെ സെനയിലൊരു ടെസ്റ്റ് വിജയം. MS ധോണിക്ക് പോലും 3 സെന ടെസ്റ്റ് വിജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എൻ്റെ ഒരു കരിയറിലുള്ളൂ. ശുഭ്മാൻ ഗിൽ ഏത് ലെവലിൽ തൻ്റെ കരിയർ അവസാനിപ്പിക്കും, ക്യാപ്റ്റൻസി കരിയർ അവസാനിപ്പിച്ച് നിൽക്കും എന്ന് നമുക്ക് എന്തായാലും ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. വിരാട് കോഹ്ലിക്ക് പോലും 7 സെന ടെസ്റ്റ് വിജയങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ കരിയറിലുള്ളൂ, ക്യാപ്റ്റൻസി കരിയറിലുള്ളൂ. അപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ ഒരു കിടിലൻ സ്റ്റാർട്ട് തന്നെയാണ് ആസ് എ ക്യാപ്റ്റനായിട്ട് കിട്ടിയേക്കുന്നത്. ആസ് എ ബാറ്ററായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് സീരീസ് തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നുള്ള നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. നമുക്കറിയാം ഇന്ത്യക്കാരിൽ ഒരാൾ പോലും ഒരു 250+ ഒരു 150+ ഒന്നും ഒറ്റ മത്സരത്തിൽ എടുത്തിട്ടില്ല. ലോകത്തൊരു പ്ലെയറും 250 മുകളിലും 150 മുകളിൽ ആദ്യത്തെ 2 ഇന്നിങ്സുകളിലായിട്ട് ഒരു മത്സരത്തിൽ എടുത്തിട്ടില്ല. അത്രത്തോളം റെക്കോർഡുകളാണ് ശുഭ്മാൻ ഗിൽ സ്വന്തം പേരിലായിട്ട് വാരിക്കൂട്ടിയിരിക്കുന്നത്. ഒരു 16 റൺസ് കൂടിയും കൂടുതൽ എടുത്തിരുന്നു ഗ്രഹാം കൊച്ചിൻ്റെ പേരിലുണ്ടായിരുന്ന ആ ഒരു റെക്കോർഡ്. അതായത് ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് കൂടി സ്വന്തം പേരിലാക്കായിരുന്നു. എനിവേ നിർഭാഗ്യം എന്ന് തന്നെ അത് പറയാൻ പറ്റുള്ളൂ. 600-ന് മുകളിലൊരു ടാർഗറ്റ് ഇംഗ്ലണ്ടിന് മുന്നിൽ വെച്ച് കൊടുത്ത് അത് ഇന്ത്യൻ ബോളർമാർ കൃത്യമായിട്ട് പന്തെറിഞ്ഞ് ആകാശ്ദീപിൻ്റെ ഒരു 5 വിക്കറ്റ് പ്രകടനം ഒരൊറ്റ ബാറ്റ്സ്മാൻമാരെ പോലും നിലയുറപ്പിക്കാൻ സമ്മതിക്കാതെ, അതിന് ജാമി സ്മിത്തിൻ്റെ ഇന്നിങ്സ് വെച്ച് ബാക്കി ആർക്കും വലിയ കാര്യമായിട്ട് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അത്രത്തോളം അച്ചടക്കത്തോടുകൂടി പന്തെറിഞ്ഞ് വളരെ ഒരു ട്രൈം വിക്ടറി തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നേടിയെടുത്തിരിക്കുന്നത് 2ാമത്തെ ടെസ്റ്റിൽ. എന്തായാലും ഇനിയുള്ള ഈ ഒരു ജനറേഷൻ, അതായത് ഈ ഒരു ജനറേഷൻ ടാലൻസ് അത് കുറേ കാലം ഇന്ത്യൻ ടീമിൽ തുടരുന്നതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെയാണ് ഈ ഒരു ടെസ്റ്റ് മത്സരം. അത്രത്തോളം മികച്ച രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രസീദ് കൃഷ്ണ മാത്രമാണ് കുറച്ചെങ്കിലും മോശമായിട്ട് പെർഫോം ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ. എന്തായാലും അടുത്ത ടെസ്റ്റിൽ ബുംറ വരുമ്പോൾ എന്തായാലും അദ്ദേഹം ടീമിൽ കാണാനായിട്ട് ചാൻസ് ഇല്ല. അപ്പോൾ ഈ ഒരു 336 റൺസിൻ്റെ ഈ ഒരു കൂറ്റൻ വിജയം, അതായത് ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യ നേടുന്ന ഏറ്റവും വലിയ വിജയം, അതും ആദ്യ ടെസ്റ്റ് ക്യാപ്റ്റനായിട്ടുള്ള 2ാമത്തെ മത്സരത്തിൽ തന്നെ ശുഭ്മാൻ ഗിൽ നേടിക്കൊടുത്തതെന്ന് ചില്ലറ കാര്യമല്ല. അപ്പോൾ എന്തായാലും ഇനിയുള്ള വരും മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഈ ഒരു മികച്ച പെർഫോമൻസ്, ഇതിൻ്റെ ഒരു പകുതിയൊരു പെർഫോമൻസ് തന്നെ മതി നമുക്ക് എല്ലാ മത്സരത്തിനും വിജയിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസ് തുടരും എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ ഉള്ള ആഗ്രഹം. എന്തായാലും അതുപോലെ തന്നെ ഉണ്ടാവട്ടെ. എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.